ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സോഷ്യൽ മീഡിയ ലോകരംഗത്ത് തരംഗമായി മാറിയ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമാണ് ജാസ്മിൻ ജാസ്പർ. ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈറലായതിന് പിന്നിൽ ഒരു കാരണം ജാസ്മിൻ ആയിരുന്നു. ആ സീസണിൽ സെക്കൻഡ് റണ്ണറപ്പായിട്ടാണ് താരം പുറത്തേക്ക് ഇറങ്ങിയത്. വിവാദങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിഷ്പ്രയാസം വിജയുടെ ട്രോഫി ഉയർത്താൻ ജാസ്മിന് കഴിയുമായിരുന്നു. ഇതുവരെ കഴിഞ്ഞ 7 സീസണുകളിൽ പങ്കെടുത്ത സ്ത്രീ മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ വാശിയോടെ ഗെയിം കളിച്ച മത്സരാർത്ഥികൾ ഒരാളും ജാസ്മിനാണ്. ബിഗ് ബോസിന് ശേഷവും വിവാദങ്ങളും വൈറൽ റീലുകളും എല്ലാമായി എപ്പോഴും സജീവമായി ജാസ്മിനുമുണ്ട്. ഇപ്പോഴിതാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആരാധകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ജാസ്മിൻ നൽകാൻ മറുപടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. വിവാഹം, ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്നിവയെല്ലാം കുറിച്ചുമെല്ലാമാണ് ജാസ്മിൻ മനസ്സ് തുറന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള പ്ലാനുകൾ ഇല്ലായിരുന്നു എന്ന് ഒരാൾ ചോദിച്ചു. അതിന് സങ്കല്പത്തിലുള്ള പങ്കാളി എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് വിവരിച്ചുകൊണ്ട് ജാസ്മിൻ്റെ മറുപടി നൽകിയത്. ആദ്യം തന്നെ പറയട്ടെ, മാരേജ് പ്ലാൻസ് എന്നത് ഒരു പ്രാധാന്യമുള്ള ചോദ്യമല്ല. പക്ഷേ നിങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് മറുപടി പറയാം. എൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന, എൻ്റെ കുറവുകൾ അംഗീകരിക്കുന്ന, എൻ്റെ മുറിവുകളും ട്രോമയും സുഖപ്പെടുത്തുന്ന, എൻ്റെ ഉള്ളിലെ കുട്ടിയെ സുരക്ഷിതമായി സന്തോഷത്തോടെ നിലനിർത്തുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അങ്ങനെ ഒരു വ്യക്തി ഒരിക്കൽ വന്നില്ലെങ്കിൽ വിവാഹത്തേക്കാൾ സമാധാനം തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി. യൂട്യൂബിൽ സജീവമാവും മുമ്പ് മുന്ന എന്നൊരാളുമായി ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ഇരുവരും ഏറെക്കാലം പ്രണയിച്ച ശേഷമാണ് വിവാഹ നിശ്ചയം നടന്നത്. പക്ഷേ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രണയം തകർന്നു. പിന്നീട് അപ്സൽ എന്നൊരാളുമായി ജാസ്മിൻ വിവാഹം തീരുമാനിച്ചിരുന്നു. അതിനുശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയതും ഗബ്രിയുമായി ചേർത്തുള്ള ഗോസിപ്പുകൾ ഉണ്ടായതും. അതോടെ നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്ന വിവാഹം മുടങ്ങി. ഗബ്രിയും ജാസ്മിനും പ്രണയത്തിലാണെന്ന് ഈയിടയ്ക്ക് പ്രചരിച്ചിരുന്നു. പ്രണയമല്ല, സൗഹൃദം മാത്രമാണെന്ന് പിന്നീടും ഇരുവരും വ്യക്തമാക്കി. ബിഗ് ബോസിന് ശേഷവും ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ച ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ വഴിയിൽ എവിടെയോ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു. ഞാൻ അതിൽ നിന്നെല്ലാം തിരിച്ചെത്തിയിട്ട് ഏകദേശം 2 വർഷമായി. എന്നിട്ടും ഞാൻ ഇപ്പോഴും ആൻസിറ്റി, ട്രോമ, ഉറക്കമില്ലാത്ത രാത്രികൾ എന്നിവ നേരിടുന്നു.